തൃശ്ശൂർ വടക്കേക്കാട് കപ്ലേങ്ങാട് ദേവീക്ഷേത്രം പിടിച്ചെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രമം. പുലർച്ചെ 5 മണിയോടെ ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങളുമായി 250-ലധികം പോലീസുകാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു. ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ എന്തായാലും ഭക്തർ സംഘടിച്ചെത്തിയിട്ടുണ്ട്. ക്ഷേത്രനടയിൽ നാമജപം നടത്തി പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നടപടികൾ നിർത്തിവെച്ചു. എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് വൻ പോലീസ് സന്നാഹമോടെ ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങളുമായി ഇന്ന് ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. മലബാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ വടക്കേക്കാട് കപ്ലിയങ്ങാടി ദേവി ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ ഉടൻ തന്നെ ഭക്തജനങ്ങൾ സംഘടിച്ചെത്തി നാമജപവുമായി പ്രതിരോധം തീർക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതായത് മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇന്ന് യാതൊരു അറിയിപ്പും കൊടുക്കാതെയാണ് ഇത്തരത്തിൽ വലിയൊരു സന്നാഹവുമായി ക്ഷേത്രത്തിന് മുന്നിലേക്ക് പോലീസ് എത്തിയത്. തുടർന്ന് ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. എന്നാൽ ഭക്തജനങ്ങളുടെ പ്രതിരോധത്തിൽ ഈ അധികൃതർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇതിൽ തന്നെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അടക്കം വ്യക്തമാക്കുന്നത് ചില വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം ഏറ്റെടുക്കുവാൻ വേണ്ടി മലബാർ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നുണ്ട്. ഇതിൽ തന്നെ CPM-ന്റെ വലിയ തരത്തിലുള്ള പിന്തുണ ഈ മലബാർ ദേവസ്വം ബോർഡിനെ ഏറ്റെടുക്കുവാനായുള്ള എല്ലാ സൗകര്യങ്ങളും പാർട്ടി നേതൃത്വം ഒരുക്കി കൊടുക്കുകയാണ്. നേരത്തെ തന്നെ പല ക്ഷേത്രങ്ങളും ഈ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതായത് മലബാർ ദേവസ്വം ബോർഡ് ഈ ഒരു അഡ്മിനിസ്ട്രേഷനെ വെക്കണമെന്നുള്ള ഉത്തരവൊക്കെ കോടതിയിൽ നിന്നും വാങ്ങിയാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നത്. എന്തായാലും ഈ കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു അറിയിപ്പും കൂടാതെ പോലീസ് വന്ന് ഈ ക്ഷേത്രം ബലമായി ഏറ്റെടുക്കുവാനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഡയറി നമ്പർ അടക്കമുള്ള രേഖകൾ ഈ ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. തുടർന്നാണ് ഈ ഹൈന്ദവ സംഘടനാ നേതാക്കൾ അടക്കം ചർച്ച നടത്തിയ ശേഷമാണ് ഈ പോലീസിന് അവിടെ നിന്നും തിരിച്ചു പോകേണ്ടി വന്നത്. എന്തായാലും മലബാർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങൾ, അതായത് ഭക്തർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കാനുള്ള ശ്രമം ഈ CPM-ന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗവാക്കായാണ് ഇന്നും പുലർച്ചെ 5 മണിയോടുകൂടി ഇത്തരത്തിൽ വലിയ സന്നാഹവുമായി ഈ കപ്ലിയങ്ങാട് ദേവി ക്ഷേത്രത്തിന് മുന്നിലേക്ക് പോലീസ് സംഘം എത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള ചിലർ നൽകിയിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഇതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. ഭക്തജനങ്ങളൊക്കെ തന്നെ നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയെത്തി പ്രതിഷേധം അതേപോലെ നാമജപം നടത്തുകയായിരുന്നു. തുടർന്നാണ് ഈ അധികൃതർക്ക് പിൻവാങ്ങേണ്ടി വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റി അടക്കം വ്യക്തമാക്കുന്നത്. കാരണം ഈ മലബാർ ദേവസ്വം ബോർഡ് ഇതുവരെ തന്നെ യാതൊരു തരത്തിലുള്ള സഹായവും ഈ ക്ഷേത്രത്തിന് നൽകിയിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ യാതൊരു തര സഹായവും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏറ്റെടുക്കുവാനായി ഈ പോലീസ് സന്നാഹവുമായി എത്തുകയാണ് ചെയ്തത്. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെ തീരുമാനം. കാരണം ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഏറ്റെടുത്തുകൊണ്ട് ഈ മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലടക്കം അവിടെയുള്ള ഹൈന്ദവ ആചാരങ്ങളെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും ഒക്കെ തന്നെ വലിയ തരത്തിൽ അപമാനിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ആചാരങ്ങളെയൊക്കെ തന്നെ നേരെ നടത്താത്ത സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വടക്കേക്കാട് കപ്ലിയങ്ങാടി ദേവി ക്ഷേത്രം കൂടെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. നിരവധി പരാതികളാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് അധികൃതർക്കെതിരെ ഓരോ ക്ഷേത്രത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയതായി ഒരു ക്ഷേത്രം കൂടെ ഏറ്റെടുക്കാനുള്ള ശ്രമം, ആ ശ്രമത്തെയാണ് ഭക്തജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് വളരെയധികം പ്രതിരോധം തീർത്തുകൊണ്ട് ഇപ്പോൾ ആ അധികൃതർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടന അടക്കം ഇടപെട്ടിരുന്നു. ഹൈന്ദവ സംഘടനാ നേതാക്കളടക്കം ചർച്ച നടത്തിയതിനൊടുവിലാണ് അധികൃതർക്ക് പിൻവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇനിയും ബലമായി ഇത്തരം ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള മലബാർ ദേവസ്വത്തിന്റെ ശ്രമത്തെ ഭക്തജനങ്ങൾ ഒന്നാകെ തന്നെ എതിർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മനോജ്, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ 250-ൽ പരം പോലീസുകാരുമായി ഇവിടെ എത്താനുള്ളൊരു നീക്കം, അതെങ്ങനെയാണ് ഇവർ ന്യായീകരിക്കുന്നത്? എന്തായാലും ഈ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പോലെ നിരവധി ആരോപണങ്ങൾ നേരത്തെയും ഉയർന്ന് കേട്ടിട്ടുണ്ട്. മനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സമാനമായ വിവരങ്ങൾ നേരത്തെയും വാർത്തകൾ നേരത്തെയും പുറത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ജീവനക്കാർക്ക് പോലും നേരിച്ചൊവ്വേ ശമ്പളം നൽകാത്ത ഒരു ദേവസ്വം ബോർഡാണ് മലബാർ ദേവസ്വം ബോർഡ്. അധികകാലമായിട്ടില്ല അവരുടെ പരാതിയും പ്രതിഷേധവും ഒക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത്.
തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല. ക്ഷേത്രത്തിന് ട്രസ്റ്റി ഉണ്ട്, ട്രസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്ര ഭാരവാഹികൾക്കോ പോലീസുമായി വരുമെന്നോ ഈ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാൻ പോകുകയാണെന്നുള്ള യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരികയായിരുന്നു. അതും ഇത്രയധികം പോലീസിന്റെ അകമ്പടിയോടുകൂടി ഈ ക്ഷേത്രം പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു നാമജപ പ്രതിരോധത്തിൽ ഇവർക്ക് മടങ്ങി പോകേണ്ടി വന്നത്. ഈ നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടാണ് സാധാരണ ഏതൊരു ക്ഷേത്രത്തിന്റെയും നടപടികൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതായാലും ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് കൊടുക്കുമായിരുന്നു. എന്നാൽ ഇത് യാതൊരു തര അറിയിപ്പും നൽകിയിട്ടില്ല. അതുപോലെ തന്നെ CPM-ന്റെ അടക്കം ഈ പിന്തുണയോടുകൂടിയാണ് ഇത്രയധികം പോലീസ് സന്നാഹം അവിടെ എത്തിയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ഇതിൽ നേരത്തെ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന 2 പേരെ ക്ഷേത്ര കമ്മിറ്റി പുറത്താക്കിയിരുന്നു. അവരുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് പുറത്താക്കിയിരുന്നത്. എന്നാൽ അവർ നൽകിയിട്ടുള്ള വ്യാജ പരാതിയിലാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് ഇത് ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കേസ് ചാവക്കാടും തൃശ്ശൂരും കോടതികൾ നിലനിൽക്കുകയാണ്. അവിടെ നിന്നുമാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് ഒരു അഡ്മിനിസ്ട്രേഷനെ വെക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും ഈ ശ്രമം ഇപ്പോൾ ഇവിടെ പാഴായിരിക്കുകയാണ്. ഈ ഭക്തജനങ്ങളുടെയൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കാരണം പിൻവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ഇനിയും ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഭക്തജനങ്ങളുടെയൊക്കെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും വ്യക്തമാക്കുന്നത് തന്നെയാണ് നല്ല രീതിയിൽ പോകുന്ന, അതായത് കുറച്ചധികമായി യാതൊരുവിധ സഹായവും ഇല്ലാതെ എന്നാൽ ഭക്തജനങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ക്ഷേത്രത്തെയാണ് ഈ ബലമായി പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, മനോജാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.